അത് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൽ വലിയ ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ തക്കാളിയും സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഉപ്പും കൂടി ഇട്ട് വഴറ്റി അടച്ച് വെച്ച് വേവിച്ചെടുത്തു കേട്ടോ. അതിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കേട്ടോ. വഴറ്റിയതിന് ശേഷം അതിലോട്ട് പൊടികളായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ്. നന്നായിട്ട് ഇളക്കി പച്ചമണം മാറി വരുമ്പോൾ ഞാൻ ഒരു അര സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുവാണ്. എന്നിട്ട് ഞാൻ നമ്മുടെ ചോറ് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിനകത്തോട്ട് തട്ടി ഒന്ന് ഇളക്കി സെറ്റായിട്ട് എടുത്ത് അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് സെറ്റാക്കി എടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിത് ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിച്ചു, കാരണം രാവിലെയൊക്കെ മക്കൾക്ക് സ്കൂളിൽ പോയി പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. അപ്പം സലാഡ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഇതും കൂടി ഞാൻ കുഞ്ഞിക്കൊന്ന് കൊടുത്തിട്ട് കൊള്ളാമെന്ന് അറിയാനായിട്ട്. അപ്പോൾ അവൻ പറഞ്ഞാൽ കൊള്ളാൻ അടിപൊളി, പെട്ടെന്ന് സ്കൂളിലത്തേക്ക് ഇത് തന്നെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ. ഓക്കെ, ബൈ. പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.